Good afternoon. Good afternoon, ma'am. Okay. Okay, Akshaya, Jisna, Sharanya. Okay. എല്ലാവർക്കും good afternoon. Okay, Arvind, Anjali. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? ഊണൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും? കഴിക്കാൻ പോകുന്നുള്ളോ? ഓക്കെ ഓക്കെ, അവിടെ കഴിച്ചു അല്ലേ? ഓക്കെ, ശ്രീലക്ഷ്മി കഴിച്ചിട്ടില്ല. ശരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടാ. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി. അപ്പോ നമുക്ക് പതുക്കെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എടുത്തത് ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി അല്ലേ? ഓക്കെ, ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില അപകടങ്ങൾ അല്ലെ, പിറ്റ്ഫോൾസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സ്കോപ്പ് ക്രീപ്പ്, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലൈന്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ നോട്ട് റിവ്യൂവിംഗ് ഡാറ്റ, ഒബ്ജക്ടിവിറ്റി, ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും വരെ വായിച്ചു നോക്കിയോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലെ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു 3-4 പോയിന്റും കൂടെ നമുക്ക് അതിനകത്ത് പറയാനുണ്ട്. അവിടെ വരെ എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? അത്രയും വാങ്ങുള്ളത് ഓക്കെ ആണ്. ചിലപ്പോ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും, പക്ഷെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞത് ആ സമയത്ത് കേൾക്കുമ്പോ ഓക്കെ, പക്ഷെ നിങ്ങൾ അന്ന് തന്നെ ഒരു പ്രാവശ്യം ഇത് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കി ശരിക്കും ക്ലിയർ ചെയ്ത് വെക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമ്മൾ പിന്നെ വായിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നീട് വായിക്കുമ്പോ ചിലപ്പോ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നതില്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം, കാര്യം അങ്ങനെയുള്ള പോർഷൻസ് ആണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ ക്ലിയർ ആവുമായിരിക്കും, പക്ഷെ അന്ന് തന്നെ നിങ്ങൾ വായിച്ച് നിങ്ങളത് കറക്റ്റ് ആക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്, ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതിപ്പോ ഞാൻ എടുക്കുന്ന വിഷയത്തിന്റെ കാര്യം മാത്രമല്ല, ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞേട്ടാ. എല്ലാവരും എടുക്കുന്നതും നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല, അതൊക്കെ അറിയാം. ചിലർക്ക് സമയമുണ്ട്, കുഴപ്പമില്ല, നോക്കാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാകുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ടൈം മാനേജ് ചെയ്ത് ആ രീതിയിൽ ചെയ്യാം. സമയമില്ലാത്തത് കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അതേപടി ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ വന്നു വരില്ലേ. സമയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ വായിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. നമ്മള് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് യൂസേഴ്സ് റിപ്പോർട്ട് വരെയാണ് കേട്ടോ. യൂസേഴ്സ് റിപ്പോർട്ട് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അല്ലെ? ഇന്റേണൽ ഓഡിറ്റില് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? മാനേജ്മെന്റിനാണ്, ശരിയല്ലേ? മാനേജ്മെന്റിനാണ് നമ്മൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റില് നമ്മൾ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? ആർക്കാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് അല്ലെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ആ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, അവരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് തന്നെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിനോടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റില് നമ്മൾ മാനേജ്മെന്റിനാണ് കൊടുക്കുന്നത്, പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റില് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് അഥവാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്താണ്. ഓക്കെ, അടുത്ത കമ്പാരിസൺ ബേസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ ആണ്. ഓക്കെ, ഒപ്പീനിയൻ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അഭിപ്രായം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്, അല്ലെങ്കിൽ അസസ്മെന്റ് ഓർ കൺക്ലൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റില് എങ്ങനെയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കി
Opinion is provided of the effectiveness of the operational activities of the organization. അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ജഡ്ജ്മെന്റ് നടത്തുന്നത്. ശരിയല്ലേ? അവിടെ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്? ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു ഫലപ്രാപ്തി, ഇഫക്റ്റീവ്നെസ്, അതിനെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള്, ഓക്കെ, എല്ലാ പ്രവർത്തനങ്ങളും, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും എത്രത്തോളം എഫിഷ്യന്റ് ആണ്, എത്രത്തോളം എഫക്റ്റീവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നത്. എവിടെ? ഇന്റേണൽ ഓഡിറ്റില്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ്? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. കേട്ടോ, അവിടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ്, ഫിനാൻഷ്യൽ ആസ്പെക്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ത് നടത്തുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. മറ്റുള്ള ഏരിയകളൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഓൺലി അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കണക്കെടുപ്പുകൾ, അല്ലെ? ഓക്കെ, അതിന് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് അങ്ങനെയാണോ? അല്ല. അവിടെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഉൾപ്പെടെ ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്കോപ്പ് ആണ്. ഓക്കെ, സ്കോപ്പ് മീൻസ് ദ ഏരിയാസ് ടു ബി ഓഡിറ്റഡ്, അല്ലെ? ഓഡിറ്റ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇന്റേണൽ ഓഡിറ്റില് ഈ ഒരു സ്കോപ്പ്, ദാറ്റ് മീൻസ് ദ ഏരിയാസ് ടു ബി ഓഡിറ്റഡ്, ഓഡിറ്റ് ചെയ്യേണ്ട ആ ഏരിയകള് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിൽ നോക്കിയേ, ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ എന്റിറ്റി. മാനേജ്മെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഏരിയകള് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് ആരാണ് തീരുമാനിക്കുക? മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിലെ സ്കോപ്പ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് മീൻസ് എന്താണ്? ലോ ആണ്, നിയമമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ടാണ് ആ ഒരു സ്കോപ്പ് അവിടെ നിശ്ചയിക്കപ്പെടുന്നത്, അല്ലാണ്ട് മാനേജ്മെന്റ് അല്ല. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇന്റേണൽ ഓഡിറ്റിലെ സ്കോപ്പ് നിശ്ചയിക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിൽ ആ ഒരു സ്കോപ്പ് നിശ്ചയിക്കുന്നത് സ്റ്റാറ്റ്യൂട്ട് ആണ്, ബൈ ദ ലോ ആണ്. ഓക്കെ, ആ ഒരു റൂള്, ലോ അനുസരിച്ചിട്ടാണ് അവിടെ സ്കോപ്പ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഏതൊക്കെ ഏരിയകൾ ഓഡിറ്റ് ചെയ്യുന്നുള്ളത് നിയമം അനുസരിച്ചിട്ടാണ് അവിടെ എക്സ്റ്റേണൽ ഓഡിറ്റിനകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ലിഗേഷൻ. ഓക്കെ, എന്താണ് ഒബ്ലിഗേഷൻ? ഇവിടെ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റിക്വയർമെന്റ്, അതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ള അർത്ഥം. ഒബ്ലിഗേഷന് പല മീനിങ് ഉണ്ട് കേട്ടോ. അതായത് കടമ, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്നൊക്കെയുള്ള ഒരു അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റിക്വയർമെന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന് പ്രത്യേകം പറയുകയാണെങ്കിൽ നോ, ഇറ്റ് ഈസ് വോളണ്ടറി ആണ്. ദാറ്റ് മീൻസ് ഇന്റേണൽ ഓഡിറ്റിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അത് നോട്ട് മാൻഡേറ്ററി ആണ്, നിർബന്ധമില്ല. അത് വോളണ്ടറി ആണ്. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രയുള്ളത് ഓർഗനൈസേഷന് തീരുമാനമാണ്. ഓർഗനൈസേഷൻ ഇന്റേണൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ വേണമെന്നില്ല. അത് അവരുടെ ഡിസിഷൻ ആണ്. അത് വോളണ്ടറി ആണെന്ന് പറയുന്നത്. വോളണ്ടറി എന്ന് വെച്ചാൽ അത് സ്വമേധയാ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. എന്തെല്ലാം? നോട്ട് മാൻഡേറ്ററി, മാൻഡേറ്ററി അല്ല, നിർബന്ധമില്ല. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? യെസ്, അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. അതേസമയം അതെ ശ്രീകൃഷ്ണ എന്താ ഉദ്ദേശിച്ചേട്ടാ. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിൽ അങ്ങനെയല്ല. എന്താണ്? കമ്പനീസ്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് കേട്ടോ. അല്ലാണ്ട് എന്തെല്ലാം? വോളണ്ടറി അല്ല. ഇത് നിർബന്ധമാണ്. ഏതനുസരിച്ച്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. അപ്പൊ വേണമെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം വരാം, ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം ഏതാണെന്ന് വേണമെങ്കിൽ അത് ചോദിക്കാം, അല്ലെ? ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം എത്രയാണ്? 1956, അല്ലെ? നമ്മുടെ കേരള പിറവി, അല്ലെ? കേരളം രൂപം കൊണ്ടുവന്ന് പറയുന്ന വർഷമല്ലേ ഇത്? 1956 കേട്ടോ. അപ്പൊ അതിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനീസ് ആക്ട് ഏതാണ് വർഷം? 1956. ഓക്കെ, അടുത്തതാണ് പീരീഡ് ആണ് കേട്ടോ. ആ ഒരു സമയപരിധി, കാലയളവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്.
അതൊരു തുടർച്ചയായ പ്രോസസ്സാണ് എന്ന് പറഞ്ഞാല് അതിന് ഒരു നിശ്ചിത സമയപരിധി ഇല്ല. കാര്യം ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ആ കമ്പനിയുടെ എൻഹാൻസ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ അവരെന്ത് ചെയ്യും, തുടർച്ചയായിട്ട് അവർ ഇന്റേണൽ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, അതൊരു ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് ഒരു തുടർച്ചയായ ഒരു പ്രോസസ് ആണ്. ഓക്കെ, ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വൺസ് ഇൻ എ ഇയർ ആണ്. എന്താണ്, വൺസ് ഇൻ എ ഇയർ, വർഷത്തില് ഒരു തവണയാണ് ഇത് നടത്തുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ചെക്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ചെക്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്, പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമതയാണ് ഇന്റേണൽ ഓഡിറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെക്ക് ആക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിലുള്ള ആ ഒരു ആക്യുറസി, കൃത്യത, വാലിഡിറ്റി, അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് ചെക്ക് ചെയ്യുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്, പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമതയാണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെക്ക് ചെയ്യുന്നത് ആക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യതയും വാലിഡിറ്റിയുമാണ് എക്സ്റ്റേണൽ ഓഡിറ്റിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയേ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ് അല്ലെ. കുറെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റിൽ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കണം അല്ലെ, പിന്നെ എങ്ങനെയാണ് അവര് റിപ്പോർട്ട് കൊടുക്കുന്നത്, സിഇഒ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അവര് റിപ്പോർട്ട് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഓഡിറ്റ് കമ്മിറ്റി വഴിയായിട്ടാണ് അവര് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുപോലെ ഇന്റേണൽ ഓഡിറ്റിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലെ, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഇന്റേണൽ ഓഡിറ്റിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താ പഠിച്ചത് നമ്മള്, ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ പഠിച്ചു അല്ലെ. 4 സ്റ്റെപ്പുകളാണ് കേട്ടോ. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, പിന്നെ എന്തായിരുന്നു, മറന്നുപോയില്ല, എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറ. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, ദെൻ അടുത്തത് എന്താണ്, റിപ്പോർട്ടിങ്, ദെൻ ഫോളോ അല്ലെ. അങ്ങനെ 4 ഫേസുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള്? ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് സെലക്ഷൻ ഓഫ് വെൻഡർ. ഇതാണ് സെലക്ഷൻ ഓഫ് വെൻഡർ. ആരാണ് വെൻഡർ? നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിച്ചപ്പോ ഹു ഈസ് ദ വെൻഡർ? ആരാണ് വെൻഡർ? നിങ്ങൾ പറയണം എന്താണ്, ആരാണ് വെൻഡർ? വെൻഡർ ആരാണ്? ആരാണ് വെൻഡർ? ആർക്കറിയില്ലേ? അപ്പൊ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് വെൻഡർ ആരാന്ന് അറിയില്ല? വെൻഡർ ഓണർ ആണോ? അല്ല, വെൻഡർ ആരാണ്? കച്ചവടക്കാരൻ. കറക്റ്റ് ആണ് കേട്ടോ. വെൻഡർ ആരാണ്? സപ്ലയർ ആണ് കേട്ടോ. സപ്ലയറിനെയാണ് നമ്മൾ അത് തന്നെ സെല്ലർ ആണ് കേട്ടോ. അവരെയാണ് നമ്മള് വെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ആ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് നമ്മള് വെൻഡറിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട് അല്ലെ. ഒരു വെൻഡറിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെൻഡറിനെ നമ്മള് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വെൻഡറിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെലക്ഷൻ ഓഫ് വെൻഡർ. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ വെൻഡർ സെലക്ഷൻ വിച്ച് ഈസ് an integral part of the procurement management process. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മറ്റൊരു പേര് കൂടെ പറയുമല്ലോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്, എന്താണ് പറയാ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതാണ് കേട്ടോ.
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ? ആ ഒരു സ്ഥാപനത്തിന് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് പറയാം, ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ് അത് ആരെ അറിയിക്കും? നമ്മള് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. അപ്പൊ അവരാണ് സാധനങ്ങൾ വാങ്ങുന്നത് അല്ലെ? അപ്പൊ അവരാണ് ആര് സെലക്ട് ചെയ്യുന്നത്? ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി വെണ്ടർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്. പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ് പറഞ്ഞ എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ് തന്നെയാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ഒക്കെ അക്വയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വെണ്ടർ സെലക്ഷൻ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വെണ്ടർ സെലക്ഷൻ. ഓക്കെ, അടുത്ത നോക്കിയേ. ദ വെണ്ടർ സെലക്ഷൻ ഈസ് എ subsidiary process that allows clearly stating, defining and approving those vendors which meet requirements of the procurement process. Okay, ഈ vendor selection എന്ന് പറഞ്ഞാല് നമ്മുടെ procurement processന്റെ ഒരു subsidiary process ആണ്, സബ് പ്രോസസ് ആണ്. സബ് ആണെന്ന് പറയാൻ കാര്യം എന്താ? മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ് ആണ്. എന്നുവെച്ചാൽ വളരെ വലുപ്പമുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയൊരു പ്രോസസ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു പാർട്ട് മാത്രമാണ്, അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു സബ് പ്രോസസ് മാത്രമാണ് എന്ത്? വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെണ്ടർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇറ്റ് ക്ലിയർലി സ്റ്റേറ്റിംഗ്, ഡിഫൈനിങ് ആൻഡ് അപ്രൂവിംഗ് ദോസ് വെൻഡേഴ്സ് വിച്ച് മീറ്റ് റിക്വയർമെന്റ്സ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണോ അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ശരിയായ ഒരു വെണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം, ഐഡന്റിഫൈ ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ അവരെ അപ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇത് ഒരു വെണ്ടർ സെലക്ഷൻ പ്രോസസ്. നമ്മൾ കേൾക്കുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല അത്. ഒരു വെണ്ടർ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് അതിൽ അത്യാവശ്യം കോംപ്ലിക്കേഷൻ ഉണ്ട്. അത്യാവശ്യം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിനകത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, റിക്വയർമെന്റ്സ് എന്താണോ അതിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ള വെൻഡേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് അവരെ അപ്രൂവ് ചെയ്യണം. ഓക്കെ, പറ്റിയ ആൾക്കാരാണെങ്കിൽ അവരെ അപ്രൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം, ദ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ്. ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് മീൻസ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, അത്രേ ഉള്ളൂ. ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്, that means vendors, and submitting that list to the project manager in order to decide on the vendors in conference. അപ്പൊ എന്തെന്നറിയാമോ? നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവര് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കും. അവരാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സാധ്യതയുള്ള എല്ലാ വെൻഡേഴ്സിന്റെയും ഒരു ലിസ്റ്റ് അവർ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യാണ്. അവരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് അവർ ആർക്ക് സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യുകയും ആൻഡ് ഇൻ ഓർഡർ ടു ഡിസൈഡ് ഓൺ ദ വെൻഡേഴ്സ് ഇൻ കോൺഫറൻസ്, അങ്ങനെ പ്രോജക്ട് മാനേജർ ആണ് ആ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? പ്രോജക്ട് മാനേജർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ആരെ കണ്ടെത്തണം? വെൻഡേഴ്സിനെ കണ്ടെത്തണം. അവരെന്ത് ചെയ്യും? സാധ്യതയുള്ള എല്ലാ പൊട്ടൻഷ്യൽ വെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു ലിസ്റ്റ് അവര് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ലിസ്റ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യാണ്? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യാണ്. പ്രോജക്ട് മാനേജർ ആണ് ആ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്ന ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് പ്രോജക്ട് മാനേജർ ആണ്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, however ultimate decision on the vendors cannot be made without the vendor selection criteria. Underline ചെയ്യാട്ടോ. So the purchase department in cooperation with the project manager
needs to develop and use such criteria. നമ്മൾ പറഞ്ഞല്ലോ പ്രോജക്ട് മാനേജർക്കാണ് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും ഒരു പ്രോജക്ട് മാനേജർക്ക് ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ കൂടാതെ ഒരിക്കലും ഒരു അപ്രോപ്രിയേറ്റ് വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യണമെങ്കിൽ there should be certain criteria. അവിടെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് നമ്മൾ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നാണ് പറയുക. ആ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രോജക്ട് മാനേജർ പോയി ഒരു വെൻഡറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായല്ലോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. Often vendor selection criteria vary between organizations. However, they need to be identified and included as a component of the inventory management plan. Okay, അതായത് നമുക്ക് ഈ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ഓരോ ഓർഗനൈസേഷനിലും വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ആയിരിക്കില്ല ക്രൈറ്റീരിയ. ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള എന്താ പറയാ സെലക്ഷൻ ക്രൈറ്റീരിയാസ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെ സെലക്ഷൻ ക്രൈറ്റീരിയസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിനകത്ത് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് രേഖപ്പെടുത്തിയിരിക്കണം. അതായത് ഓരോ ഓർഗനൈസേഷൻ അത് വ്യത്യാസം ഉണ്ടല്ലോ, സെലക്ഷൻ ക്രൈറ്റീരിയ വ്യത്യാസമുണ്ട്. അപ്പൊ അവര് സെലക്ട് ചെയ്യുന്ന ആ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതത് ഓർഗനൈസേഷൻ അവരുടെ ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അത് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, രേഖപ്പെടുത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത് അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് വെൻഡറിനെ സെലക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോ എങ്ങനെ സെലക്ട് ചെയ്യണം? നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വെൻഡറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ ഫൈനലി അപ്രൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് വെൻഡർ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് അഥവാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സാധ്യതയുള്ള പൊട്ടൻഷ്യൽ വെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു ലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. പ്രോജക്ട് മാനേജർ ആണ് ഏത് വെൻഡറിനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന പ്രോജക്ട് മാനേജർ ആണ്. പക്ഷേ സെലക്ഷൻ ഈ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ കൂടാതെ ഒരു കാരണവശാലും പ്രോജക്ട് മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ നമ്മൾ ഈ പറയുന്ന പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഈ പ്രോജക്ട് മാനേജർ കൂടിയിട്ട് അത് പറയാൻ പറ്റുമോ എന്ന് അല്ലെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കോപ്പറേഷൻ വിത്ത് പ്രോജക്ട് മാനേജർ needs to develop and use such criteria. ആ ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രോജക്ട് മാനേജർ ഒറ്റയ്ക്കാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് മാനേജറും കൂടെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവര് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഓരോ ഓർഗനൈസേഷനിലും വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എന്താണോ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് അത് കൃത്യമായിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് കാര്യങ്ങൾ പറയട്ടെ. അത്രയും ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ദ ക്രൈറ്റീരിയ ഫോർ വെൻഡർ സെലക്ഷൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. നമ്മൾ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ പറഞ്ഞല്ലോ. ഈ വെൻഡർ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്?
4 പോയിന്റുകളാണ്. ഫസ്റ്റ് വൺ കോസ്റ്റ്, സെക്കൻഡ് വൺ ഡെലിവറി, then third one quality, fourth one past performance records. കിട്ടിയോ? 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 4 ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി, പാസ്റ്റ് പെർഫോമൻസ്, റെക്കോർഡ്സ്. ഇനി ഓരോന്ന് എന്താണുള്ളത്? ഫസ്റ്റ് വൺ കോസ്റ്റ് ആണ് അല്ലെ. കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ് അല്ലെ. അതായത് ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് സേവനങ്ങൾക്കായിട്ട് വെണ്ടർ ഈടാക്കുന്ന കോസ്റ്റ് അല്ലെ, പ്രൈസ്, അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അല്ലെ. എങ്ങനെയായിരിക്കണം കോസ്റ്റ്? എ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ടേഴ്സ്. കോൺട്രാക്ടേഴ്സ് മീൻസ് വെൻഡേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു വെൻഡറിനെ അല്ല സെലക്ട് ചെയ്യണം, നമ്മൾ ഒരുപാട് വെൻഡേഴ്സിന് സാധ്യതയുള്ള വെൻഡേഴ്സിന് മുഴുവൻ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആകുന്ന വെൻഡർ ആരാണോ, അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനും കഴിയണം, എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ആരാണോ നമുക്ക് സർവീസ് തരാനായിട്ട് തയ്യാറായിട്ടുള്ളത് അവരെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ഓരോ വെൻഡേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസുകളെ നമ്മളൊന്ന് കമ്പയർ ചെയ്യും അല്ലെ. കമ്പയർ ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആകുന്ന ഒരു വെൻഡറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ ഒരു ഫാക്ടർ എന്താണ്? കോസ്റ്റ് ആണ്, പ്രൈസ് ആണ് അല്ലെ. അവർ ഓഫർ ചെയ്യുന്ന പ്രൈസ്. ഇപ്പോ എ എന്ന് പറയുന്ന വെൻഡർ ഓഫർ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല ചിലപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി. അതിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ പൈസ ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വെൻഡറിനെയാണ് നമുക്ക് വേണ്ടത്. സോ കോസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ. ഓക്കെ. രണ്ടാമത്തത് ഡെലിവറി ആണ്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഡെലിവറി. അതായത് ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ to procure all items within desired delivery date. അതെ, നമ്മളിപ്പോ ഒരു സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടു, നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് എത്തിച്ചു തരാൻ ഏബിൾ ആയിട്ടുള്ള, അതിന് എബിലിറ്റി ഉള്ള വെൻഡേഴ്സ് ആയിരിക്കണം വേണ്ടേ. അതായത് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊക്യൂർ ഓൾ ഐറ്റംസ് വിത്തിൻ ഡിസൈർഡ് ഡെലിവറി ഡേറ്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെലിവറി ഡേറ്റില് നമുക്ക് സാധനങ്ങള് നൽകാനായിട്ട് എബിലിറ്റി ഉള്ള, ഏബിൾ ആയിട്ടുള്ള വെൻഡേഴ്സ് ആയിരിക്കും. അപ്പൊ ഡെലിവറി ടൈം അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. തോന്നിയ സമയത്ത് എത്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എത്തിച്ചു തരാൻ സാധിക്കണം അല്ലെ. ഓക്കെ. ദെൻ വരുന്നത് ക്വാളിറ്റി ആണ് അല്ലെ. ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ്, എനബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ to provide products with the expected quality അല്ലെ. അതായത് നമ്മുടെ സ്ഥാപനം എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുള്ള വെൻഡേഴ്സ് ആയിരിക്കണം അല്ലെ. അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒരിക്കലും വരാൻ പാടില്ല അല്ലെ. നമ്മൾ എന്താണോ നമ്മൾ ഒരു വെൻഡർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഇതിന്റെ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് അയാൾ നമുക്ക് തരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ. ആ ഒരു എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ തരത്തിലുള്ള ഏബിൾ ആയിട്ടുള്ള ഒരു വെൻഡറിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ്? പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ആണ്. ഓൾ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്. നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള അവരുടെ വർക്കുകൾ ഒന്ന് ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അത് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ വെൻഡറിന്റെ മുന്നുള്ള അവരുടെ വർക്കുകൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള ആ ഒരു പാസ്റ്റ് പെർഫോമൻസ് കൂടെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് കുറെ കൂടെ ഐഡിയ കിട്ടും ആ വെൻഡർ എങ്ങനെയാണ്, അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള വർക്കുകളും പ്രോജക്റ്റുകളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈസുകളൊക്കെ എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു, അവർ തന്നിരുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ എങ്ങനെയാണ്, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഒക്കെ എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമുക്ക് അവരുടെ പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും അല്ലെ. ഓക്കെ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഏതൊക്കെയാണ്? കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി ആൻഡ് പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. ഓക്കെ. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് കേട്ടോ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റെപ്സ് ഫോർ ദ വെൻഡർ സെലക്ഷൻ ആണ് കേട്ടോ. സ്റ്റെപ്സ് ഫോർ ദ വെൻഡർ സെലക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ വെൻഡർ സെലക്ഷൻ പ്രോസസ് പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രോസസ്സ് പഠിച്ചില്ലേ, അതുപോലെ വെൻഡർ സെലക്ഷന്റെ സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്തെ നമുക്ക് 7 സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട് കേട്ടോ. 7 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വെൻഡർ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല കേട്ടോ.
അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എന്ത് കൂടും? സ്റ്റെപ്പ് കൂടും, നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്, ഞാൻ ചുമ്മാ പറഞ്ഞത്. അപ്പൊ നോക്കാം, selecting a technology vendor is probably one of the most important tasks that an IT leader will undertake. An example പറയുന്നത് അവിടെ. Okay, it can be a complicated and emotional process. Okay, if the organization lacks the right team of people who have the knowledge and expertise to undergo a successful selection process. Okay, അതായത് ഇവിടെ പറയുന്നത് നമ്മള് ഒരു IT ലീഡർ, ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഒരു ഓർഗനൈസേഷന്റെ IT ലീഡർ എന്ന് പറയുമ്പോൾ IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇദ്ദേഹം റെസ്പോൺസിബിൾ ആണ് അല്ലെ. ഒരു സ്ഥാപനത്തിന്, ഒരു ഹോസ്പിറ്റലിന് പർച്ചേസിംഗ് മാനേജർ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജർ എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാപനത്തിന്റെ IT ലീഡർ എന്ന് പറയുമ്പോൾ IT സംബന്ധമായിട്ടുള്ള സംവിധാനങ്ങള്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങള്, അതെല്ലാം അങ്ങനെയുള്ള അതിന്റെ ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ IT ലീഡർ എന്ന് പറയുമ്പോൾ. അപ്പോ ഒരു IT ലീഡർക്ക് അതിനനുസരിച്ചുള്ള ഒരു ടെക്നോളജി വെണ്ടറിനെ കണ്ടെത്തണം. IT ആകുമ്പോൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യമായിക്കൊണ്ട് ഒരു IT ലീഡർക്ക് ഒരു ടെക്നോളജി വെണ്ടറിനെ കണ്ടെത്തണം എന്ന് വിചാരിക്കാം. ടെക്നോളജി വെണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി സേവനങ്ങള്, പിന്നെ എന്താണ് IT കൺസൾട്ടേഷൻ സർവീസ് ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന വെണ്ടർമാരാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു ടെക്നോളജി വെണ്ടറിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഒരു IT ലീഡറിനെ സംബന്ധിച്ച് വലിയ ടാസ്ക് ആണ്. അതായത് ഏതുപോലെയാണ് ഒരു ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് മാനേജർ നല്ലൊരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് കേട്ടോ, അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഇനി പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ പ്രോസസ് ഇഫ് ദ ഓർഗനൈസേഷൻ ലാക്സ് ദ റൈറ്റ് ടീം ഓഫ് പീപ്പിൾ who have the knowledge and expertise to undergo a successful selection process. നമുക്കൊരു വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ ഉള്ളപ്പോൾ, ടീം മീൻസ് ഒരു ഇവാലുവേഷൻ ടീം ഉണ്ടാകുക. നമ്മൾ പറഞ്ഞല്ലോ, ഒരു വെണ്ടറിനെ ഓടിപ്പോയി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വെണ്ടറിനെ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ റിക്വയർമെന്റ് ആദ്യം മനസ്സിലാക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെണ്ടറിനെ ആദ്യം നമ്മൾ കണ്ടെത്തണം, ഐഡന്റിഫൈ ചെയ്യണം, അയാളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഫൈനൽ അപ്രൂവൽ കൊടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഇവാലുവേഷൻ ടീം, ഒരു റൈറ്റ് ഇവാലുവേഷൻ ടീം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ആ വെണ്ടറിനെ പറ്റിയൊരു നല്ലൊരു വെണ്ടറിനെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിനെ പറ്റിയൊരു നോളജും എക്സ്പെർട്ടൈസും ഒക്കെയുള്ള ഒരു റൈറ്റ് ടീം നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇത് വളരെ തലവേദന പിടിച്ചൊരു പണിയാണ്. അതേസമയം നല്ലൊരു ഇവാലുവേഷൻ ടീം അത്യാവശ്യം നല്ലൊരു വെണ്ടറിനെ കണ്ടെത്താനും അവരെ മനസ്സിലാക്കാനും അവരെ ഇവാലുവേറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല നോളജ് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു നല്ലൊരു ഇവാലുവേഷൻ ടീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ there is no problem. അവിടെ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു വെണ്ടറിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? ബിലോ ആണ് ദ 7 steps to successful vendor selection. ഒരു വെണ്ടർ സെലക്ഷന് വരുന്ന 7 സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ്. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തരാം, എന്നിട്ട് വായിക്കുകയും നല്ലത്. ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്. ആദ്യം നമ്മൾക്ക് എന്ത് വേണം? നമ്മൾ ആദ്യം തന്നെ വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ റിക്വയർമെന്റ്സ് എന്താന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടെത്തണം അല്ലെ. നമ്മുടെ റിക്വയർമെന്റ്സ് എന്താണ് അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം അല്ലെ. അതല്ലേ വേണ്ടത്. എന്നിട്ട് നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ആൾക്കാർ ആരാണോ അവരന്വേഷിക്കാൻ പോകണം. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യാം. അതിനെ നമ്മൾ വിലയിരുത്താം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്ത് വേണം? രണ്ടാമത്തേല് ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ്. യെസ്, എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു തേർഡ് പാർട്ടി എന്ന് എടുത്തു പറയാൻ കാരണം ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല, പുറത്തു നിന്നുള്ള ഒരു എന്താ പറയാ വെണ്ടർ കാൻഡിഡേറ്റ്സ് നമ്മൾ കണ്ടെത്താണ്, ഐഡന്റിഫൈ ചെയ്യാണ്. തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. നമ്മളൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യാണ്. അതായത് വെണ്ടറിനെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അവരെന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം.
അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ, ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ്. കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇവാലുവേഷനിലൂടെ കണ്ടെത്തുന്ന വെണ്ടറുമായിട്ട് മീറ്റ് ചെയ്യുക. കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ് എന്ന് വെച്ചാൽ വെണ്ടറിനെ മീറ്റ് ചെയ്യാന്നുള്ള അർത്ഥമാണ്. വെണ്ടറിനെ നേരിട്ട് പോയി നമ്മൾ മീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവാലുവേറ്റ് വെണ്ടേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെവലപ്സ്. ആ വെണ്ടേഴ്സിനെ നമ്മൾ നേരിട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഒരു ഡെമോ, അതായത് അവര് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, അല്ലെ, ഒരു ഡെമോ അവരോട് നമ്മൾ ആവശ്യപ്പെടും. ദെൻ സിക്സ്ത്, അതോടുകൂടി ഏകദേശം നമുക്ക് ആളെ കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള വെണ്ടറിനെ നമുക്ക് ഓക്കെ ആവും, ക്ലിയർ ആവും. ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ ഈ ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പോട് കൂടി നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വെണ്ടറിനെ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുശേഷം കംപ്ലീറ്റ് വെണ്ടർ സെലക്ഷൻ. വെണ്ടർ സെലക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് എന്താണ്? കംപ്ലീറ്റ് കോൺട്രാക്ട് വിത്ത് വെണ്ടർ. നമ്മൾ സെലക്ട് ചെയ്ത വെണ്ടറുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. മനസ്സിലായോ? അത് വളരെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ്? ആദ്യം നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം, അതിനെ വിലയിരുത്താം. അതിനുശേഷം പൊട്ടൻഷ്യൽ വെണ്ടറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ ഒരാളല്ല, ഒരുപാട് ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യണം, അല്ലെ? നല്ലൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇവാലുവേഷൻ നടത്തും. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെണ്ടേഴ്സിനെ നമ്മൾ നേരിട്ട് പോയി എന്ത് ചെയ്യാണ്? മീറ്റ് ചെയ്യാണ്, അല്ലെ? നേരിട്ട് പോയി നമ്മൾ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യും. അവർക്ക് നമുക്ക് ഓഫർ ചെയ്ത് തരാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡെമോയിലൂടെ, ഡെമോ മീൻസ് ഡെമോൺസ്ട്രേഷനിലൂടെ അവരോട് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടും. അതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ നമ്മൾ കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ വെണ്ടർ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് വെണ്ടറിനെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത വെണ്ടറുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഇനി നമുക്ക് വായിക്കാം. ഇനി വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നോക്കുക. ഫസ്റ്റ് വൺ, ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. കേട്ടോ, നോക്കുക. വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ ആസ്കിംഗ് എ തേർഡ് പാർട്ടി ടു പ്രൊവൈഡ്? A good start would be to assemble an evaluation team that is knowledgeable in the vendor selection process and has a clear understanding of what the business is all about. The evaluation team should be able to. നമ്മൾ തുടക്കം ഇപ്പൊ തന്നെ തൊട്ട് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? വെണ്ടർ സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇമോഷണലി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് വേണം? നല്ലൊരു ഇവാലുവേഷൻ ടീം നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ പറയും, അല്ലെ? നല്ലൊരു ഇവാലുവേഷൻ ടീം എന്തായിരിക്കണം? ഈ വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിനെയും പറ്റിയും അതുപോലെ നമ്മുടെ ബിസിനസിന്റെ റിക്വയർമെന്റ്സിനെയും പറ്റിയും അത്യാവശ്യം നോളജും അറിവും വിവരവും അതുപോലെ സ്കില്ലും ഒക്കെയുള്ള ആളുകൾ ഉൾപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഇവാലുവേഷൻ ടീം, ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇവാലുവേഷൻ ടീമിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അസംബിൾ ചെയ്യണം, അല്ലെ? അതായത് അങ്ങനെ ഒരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞത്. എ ഗുഡ് സ്റ്റാർട്ട് വുഡ് ബി ടു അസംബിൾ ആൻ ഇവാലുവേഷൻ ടീം. ആദ്യം തന്നെ നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ അസംബിൾ ചെയ്യാം. അതായത് വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മുടെ ബിസിനസിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും ഒരു ക്ലിയർ നോളജ്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഇവാലുവേഷൻ ടീമിനെ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇവാലുവേഷൻ ടീമാണ് നമ്മുടെ റിക്വയർമെന്റ്സിന് തിരിച്ചറിയുന്നത്. അവരാണ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്, കേട്ടോ. അപ്പൊ നോക്കുക, ദ ഇവാലുവേഷൻ ടീം ഷുഡ് ബി ഏബിൾ ടു. ഇവാലുവേഷൻ ടീമിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം? ഒന്ന്, ഡിഫൈൻ ദ പ്രോഡക്റ്റ്, മെറ്റീരിയൽ ഓർ സർവീസ് ദാറ്റ് ഈസ് നീഡഡ്. അതായത് ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സർവീസുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അത് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ആര് ഡിഫൈൻ ചെയ്യണം? ഇവാലുവേഷൻ ടീം ഡിഫൈൻ ചെയ്യണം. ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, മെറ്റീരിയൽ എന്തൊക്കെയാണ്, എന്തൊക്കെ സർവീസുകളാണ് വേണ്ടത്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തതോ, ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സ്. മീൻസ് ടെക്നിക്കൽ ബിസിനസ് നീഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഡിഫൈൻ ചെയ്യാം. അതായത് സാധനങ്ങളും സേവനങ്ങളും സപ്ലൈസ് മാത്രമല്ല, ടെക്നിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെയൊക്കെ ആവശ്യം വരും. അത്തരത്തിലുള്ള ടെക്നിക്കൽ
പ്ലസ് ബിസിനസ് നീഡ്സുകൾ എന്തൊക്കെയാണുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അടുത്തതോ ഡിഫൈൻ ദ വെണ്ടർ റിക്വയർമെന്റ്സ്, ദാറ്റ് ഈസ് the features of the the features the organization is looking for in a vendor. Define the vendor requirement എന്ന് പറഞ്ഞാൽ എന്താണ്, vendor selection criteria അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. vendor selection criteria എന്ത് ചെയ്യാം, അത് ക്രിയേറ്റ് ചെയ്യാം അല്ലെ, ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യാം. ലാസ്റ്റ് എന്താണ്, പബ്ലിഷ് എ റിക്വയർമെന്റ്സ് ഡോക്യുമെന്റ്. അങ്ങനെ എല്ലാ റിക്വയർമെന്റ്സിന്റെയും എല്ലാ റിക്വയർമെന്റ്സ് മീൻസ് അവർ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ദ റിക്വയർമെന്റ്സ് അല്ലെ, എല്ലാ റിക്വയർമെന്റ്സും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യും. ദാറ്റ് മീൻസ് കീപ്സ് ദ റെക്കോർഡ്സ് ഓഫ് ഓൾ റിക്വയർമെന്റ്സ്. എല്ലാ റിക്വയർമെന്റ്സിന്റെ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യാം. അതായത് എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ സേവനങ്ങൾ വേണം, അതുപോലെ തന്നെ പ്രോഡക്റ്റ് മെറ്റീരിയൽ മാത്രമല്ല എന്തൊക്കെ ടെക്നിക്കൽ ബിസിനസ് റിക്വയർമെന്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ റിക്വയർമെന്റ്സിനെയും അവരെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയും ആര് ചെയ്യണം, ഇവാലുവേഷൻ ടീം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് നോക്കിയേ, the evaluation team should also try to collect as much information as possible, identify and interview stakeholders and users, review existing internal materials such as reports and statistics, as well as gather technical information including standards and descriptions of the environment. വേറെ ഒന്നും അല്ല പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഇവാലുവേഷൻ ടീം ഈ പറഞ്ഞതിനേക്കാൾ ഉപരി പരമാവധി അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷൻസും അവർ മാക്സിമം കളക്ട് ചെയ്യുന്നു കേട്ടോ. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ ഇന്റർവ്യൂ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് യൂസേഴ്സ്. ദാറ്റ് മീൻസ് നമ്മള് വെൻഡേഴ്സിന് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ സേവനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകൾ, യൂസേഴ്സ്, അവരെയൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കണം അല്ലെ. നമ്മൾ വെറുതെ റിക്വയർമെന്റ് എടുത്താൽ മാത്രം പോലെ റിക്വയർമെന്റ് ജെനുവിനാണോ എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ ആരൊക്കെയാണ് യൂസേഴ്സ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളാണ്. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് നേരിട്ട് പോയി സംസാരിക്കണം. അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ ജെനുവിനാണോ അല്ലയോ എന്നുള്ളത് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അതുപോലെ റിവ്യൂ എക്സിസ്റ്റിംഗ് ഇന്റേണൽ മെറ്റീരിയൽസ് സച്ച് ആസ് റിപ്പോർട്ട്സ്. അതുപോലെ തന്നെ നിലവിലുള്ള മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണ്, അത് ലൈക്ക് റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അവരുടെ ആവശ്യങ്ങളെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ, അതുപോലെ മറ്റ് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം തന്നെ റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഗ്യാദർ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. അതുപോലെ ആ ഒരു സ്ഥാപനത്തിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണ്, ചുറ്റുപാടുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവര് കളക്ട് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ റിക്വയർമെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുമ്പോൾ ഓടിപ്പോയി നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് സംസാരിക്കണം. ഷെയർ ഹോൾഡേഴ്സും യൂസേഴ്സിനൊക്കെ യൂസേഴ്സ് മീൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് സംസാരിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇവര് പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റുകളൊക്കെ ജെനുവിനാണോ, കറക്റ്റ് ആയിട്ട് അത്തരം സാധനങ്ങൾ അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നേരിട്ട് പോയി മനസ്സിലാക്കണം. അതോടൊപ്പം നിലവിലുള്ള മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് റിവ്യൂ ചെയ്യണം. ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അത് കളക്ട് ചെയ്യണം. ഇവാലുവേഷൻ ടീം കളക്ട് ചെയ്യണം. അതാണ് പറഞ്ഞത്, കഴിയാവുന്നിടത്തോളം മാക്സിമം ഇൻഫർമേഷൻ അവര് കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ് കേട്ടോ. അതില് ആദ്യം തന്നെ ഒരു ഇവാലുവേഷൻ ടീമിനെ അസംബിൾ ചെയ്യുക. ഇവാലുവേഷൻ ടീമാണ് ആ സ്ഥാപനത്തിന്റെ റിക്വയർമെന്റ്സ് ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി ഇൻഫർമേഷൻസ് അവര് കളക്ട് ചെയ്തിരിക്കും. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? ആ സ്റ്റെപ്പ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? പെട്ടെന്ന് പറയണേ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ്. ഇനി നമുക്ക് എന്ത് വേണം? വെൻഡേഴ്സിനെ കണ്ടെത്തണം അല്ലെ. അങ്ങനെ നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ ഏകദേശം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വെൻഡേഴ്സിനെ നമ്മൾക്ക് കണ്ടെത്തണം, ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ്സ്. നോക്കുക, after the evaluation team has published a requirement document, it must now compile a list of possible vendors. The team should send each one a request for information, RFI, request for information. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, full form, and conduct a team evaluation process. A short list of vendors is then created. Simple step ആണ്.
അതായത് ഇവാലുവേഷൻ ടീം മുന്നത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? റിക്വയർമെന്റ്സുകളൊക്കെ റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഒക്കെ അവർ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? It must now compile a list of possible vendors. സാധ്യതയുള്ള എല്ലാ വെൻഡേഴ്സിന്റെയും ഒരു ലിസ്റ്റ് അവര് സമാഹരിക്കണം, അല്ലെ? ലിസ്റ്റ് അവര് കമ്പയർ ചെയ്യാൻ മീൻസ് സമാഹരിക്കുക കേട്ടോ. വെൻഡേഴ്സിന് ലിസ്റ്റ് അവര് കളക്ട് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ടീം മീൻസ് ഇവാലുവേഷൻ ടീം അതിൽ ഓരോ വെൻഡേഴ്സിനും അവര് സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്തിട്ടുള്ള ഓരോ വെൻഡേഴ്സിനും അവരെന്തായിരിക്കും? ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആയിരിക്കും. RFI എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ഈ പറയുന്ന ഇവാലുവേഷൻ ടീം ഓരോ വെൻഡേഴ്സിനും ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ RFI അവര് അയക്കുകയാണ്. അയച്ചിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും ടീം ഇവാലുവേഷൻ പ്രോസസ്. എന്നിട്ട് ഒരു ഇവാലുവേഷൻ പ്രോസസ് അവര് കണ്ടക്ട് ചെയ്യും. അതായത് വെൻഡേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ് അവര് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് ഇസ് ക്രിയേറ്റഡ്. ഈ ഒരു സ്റ്റെപ്പില് നമ്മൾ വെൻഡേഴ്സിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു വെൻഡേഴ്സിന് എല്ലാവരും നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള വെൻഡേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ എവിടെ തയ്യാറാക്കും? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ തയ്യാറാക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? തേർഡ് സ്റ്റെപ്പ് കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് വെയിറ്റിംഗ്. ഓക്കെ, ഇനി ഒരു ഇവാലുവേഷൻ ടീം എന്ത് ചെയ്യും? വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. വെറുതെ ഇവാലുവേറ്റ് ചെയ്യോ? ഇല്ല, അതിനൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെ? അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യണം. അത് വിത്ത് വെയിറ്റിംഗ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മളൊരു വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ് അവിടെ നടത്തുന്നത്. ഒരു സ്കോർ നമ്മൾ കൊടുക്കും, ഒരു വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വായിക്കാം. ഇൻ ദിസ് തേർഡ് സ്റ്റെപ്പ് the team would construct an evaluation model that weighs a requirement against its value and priority. ആ വാല്യൂ ആൻഡ് പ്രയോറിറ്റി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് അതായത് നമ്മുടെ റിക്വയർമെന്റിന്റെ വാല്യൂ അതിന്റെ പ്രയോറിറ്റിക്ക് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റിക്വയർമെന്റ്സുകൾ ഉണ്ട്, അല്ലെ? ആ റിക്വയർമെന്റ്സിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ പ്രയോറിറ്റി, അതിന് എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ വാല്യൂ ആൻഡ് പ്രയോറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു വെയിറ്റേജ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, മനസ്സിലാവാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് ദ വെൻഡർ meets a requirement with a score of 7 and the priority of that requirement is 5, then the response can be scored by 35. അതായത് ഇപ്പൊ ഒരു വെൻഡർ, ഇഫ് ദ വെൻഡർ മീൻസ് നമ്മുടെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യുന്ന ഒരു വെൻഡർ, നമ്മുടെ റിക്വയർമെന്റ്സിനെ ഏകദേശം മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെൻഡറിനെ നമ്മൾ കണ്ടെത്താണ്. ആ വെൻഡറിന് നമ്മൾ കൊടുക്കുന്ന സ്കോർ 7 ആണെന്ന് ഇരിക്കട്ടെ. 1 to 10 വരെയാണ് നമ്മൾ ആ സ്കോർ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 7 ആണ് നമ്മൾ അവർക്ക് സ്കോർ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രയോറിറ്റി ഓഫ് ദാറ്റ് റിക്വയർമെന്റ്, ഇനി നമ്മുടെ റിക്വയർമെന്റിന്റെ പ്രയോറിറ്റി, അതിന്റെ ആ ഒരു എന്താ പറയാ പ്രാധാന്യം, അല്ലെ? ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു പ്രയോറിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണെന്നറിയോ? 5 ആണ്. 5. അപ്പൊ നമ്മൾ എങ്ങനെ വെയിറ്റേജ് ഇതിനെ? റെസ്പോൺസ് ക്യാൻ ബി സ്കോർഡ് ബൈ 35. അപ്പൊ നമ്മൾ ആ വാല്യൂ ഇൻറ്റു പ്രയോറിറ്റി ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. 7 into 5, 35 ആണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ്. ഓക്കെ, ദിസ് ഹെൽപ്സ് ടു ആംപ്ലിഫൈ ഡിഫറൻസസ് അങ്ങനെ വരിക. അങ്ങനെ നമ്മൾ ഓരോ വെൻഡേഴ്സിനെ ഇങ്ങനെ സ്കോർ ചെയ്യും നമ്മൾ. ഓക്കെ, അതായത് നമ്മുടെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വെൻഡേഴ്സിന് നമ്മൾ ഒരു സ്കോർ കൊടുക്കുന്നു. നമ്മുടെ റിക്വയർമെന്റിന് എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട്, അല്ലെ? നമ്മുടെ റിക്വയർമെന്റിന് ആ സ്ഥാപനത്തിന് എത്രത്തോളം പ്രയോറിറ്റി ഉള്ള റിക്വയർമെന്റ് ആണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്നു. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സ്കോറാണ് ഓവറോൾ സ്കോർ ആയിട്ട് എടുക്കുന്നത്. 35, 7 into 5, 35. അങ്ങനെ നമ്മൾ ഓരോ വെൻഡേഴ്സിനും ഒരു സ്കോർ കൊടുക്കും. നമ്മുടെ കയ്യിൽ ഒരു 10 വെൻഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 വെൻഡേഴ്സിന് 10 സ്കോർ നമ്മൾ കൊടുക്കും. ഒരാൾക്ക് 35 ആവും, ചില ആൾക്ക് ഈ പറഞ്ഞ 40 ആവാം, ചിലർക്ക് 50 ആവാം. അങ്ങനെ ഒരു 10 വെൻഡേഴ്സ് അല്ലെങ്കിൽ 10 വെൻഡേഴ്സിന് നമ്മളൊരു സ്കോർ കൊടുക്കുകയാണ്, ഒരു വെയിറ്റേജ് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വെയിറ്റേജ് കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് അറിയാമോ? നമുക്ക് ആ ഒരു വെൻഡേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, നമുക്ക് ആ ഒരു സിഗ്നിഫിക്കന്റ്, ആ ഒരു എന്താ പറയാ ഡിഫറൻസ് നമുക്ക് വളരെ
സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. ഇല്ലേ? നമ്മൾ സ്കോർ കൊടുക്കുന്ന അതിനായില്ല. ഏകദേശം എല്ലാവരും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളൊരു കറക്റ്റ് സ്കോർ കൊടുത്ത് നമ്മളൊരു വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൻഡേഴ്സിന് നമുക്ക് വെൻഡേഴ്സിന്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കുറെ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശരിയല്ലേ? അപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ള ആൾക്ക് ആദ്യത്തെ പൊസിഷൻ കൊടുക്കും, അതിനേക്കാളും തൊട്ട് താഴെ അടുത്ത പൊസിഷൻ. അങ്ങനെ നമുക്ക് സ്കോറിങ്ങിലൂടെ വെൻഡേഴ്സിന് നമുക്ക് കുറെ കൂടെ ആ ഡിഫറൻസ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൽ നടക്കുന്നത്. തേർഡ് സ്റ്റെപ്പിനകത്ത് നടക്കുന്നത്. അടുത്തത് ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്? കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ്. വെൻഡർ ബ്രീഫിംഗ്സ് വെച്ചാൽ വെൻഡറുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സ്കോറൊക്കെ കൊടുക്കും, അല്ലെ? സ്കോറൊക്കെ കൊടുത്ത് ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ആ ഒരു സ്കോർ അനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ച വെൻഡേഴ്സുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം. അവരുമായിട്ട് നമ്മൾ നേരിട്ട് പോയി മീറ്റ് ചെയ്യണം, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. Once the team has established the evaluation criteria with the weighting and further narrowed down possible vendor candidates, it's the time to set up an initial meeting with each potential vendor to discuss stated requirements and ensure a common understanding. അപ്പൊ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വെൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മീറ്റ് ചെയ്യാണ്. ആ മീറ്റ് കണ്ടക്ട് ചെയ്യണം. അവരെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാണ്? മീറ്റ് ചെയ്യാണ് കേട്ടോ. ഓരോ പൊട്ടൻഷ്യൽ വെൻഡേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. അപ്പൊ നമ്മൾ നേരിട്ട് പോയി നമുക്ക് സംസാരിക്കുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തത കിട്ടും, അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വെൻഡേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നേരിട്ട് പോയി ഓരോ വെൻഡേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത വെൻഡേഴ്സിനെയൊക്കെ ആ സ്കോർ അനുസരിച്ച് നമ്മൾ പോയി മീറ്റ് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ധാരണയിൽ നമുക്ക് അതിലൂടെ എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. വെൻഡേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് കേട്ടോ. ദെൻ ഷെഡ്യൂൾ ഡെമോസ്. ശ്രദ്ധിക്കുക, after completion of vendor briefings, the team should be better equipped to evaluate the potential vendors. അതെ, തൊട്ട് മുന്നത്തെ വെൻഡർ ബ്രീഫിംഗ്സ്, വെൻഡറുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൊട്ടൻഷ്യൽ വെൻഡറിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടീമിന് സജ്ജമായിരിക്കും. എന്നുവെച്ചാൽ അത് കുറെ കൂടി ഈസി ആയിരിക്കും. പൊട്ടൻഷ്യൽ വെൻഡർ ആരാണ്, ആരൊക്കെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവാലുവേഷൻ ടീം എന്തായിരിക്കും? സജ്ജമായിരിക്കും. ഓക്കെ, അപ്പോ selected vendors should provide a solution overview to the organization's current business and technological requirements, fees, benefits derived from using a particular vendor, etc. അപ്പോ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വെൻഡേഴ്സിന് എന്ത് ചെയ്യണം? ആ വെൻഡേഴ്സ് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മുടെ ഓർഗനൈസേഷന്റെ നിലവിലുള്ള ബിസിനസ്സുകള്, അതുപോലെ നമ്മുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സുകള്, അതുപോലെ അവരുടെ ഫീസുകള്, അവരിപ്പോ നമുക്ക് സാധനങ്ങൾ തരാന്ന് പറഞ്ഞാൽ അവർ ഈടാക്കുന്ന ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ അവര് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, ആ ഒരു സൊല്യൂഷൻ, അവര് റെക്കമെൻഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് അവര് നമുക്ക് എന്ത് ചെയ്യണം? വിവരങ്ങള് പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വെൻഡേഴ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? നമ്മുടെ നിലവിലുള്ള കറന്റ് ബിസിനസ്സും നമ്മുടെ ടെക്നോളജിക്കൽ റിക്വയർമെന്റ്സിനും അതുപോലെ തന്നെ അവര് നിർദ്ദേശിക്കുന്ന, അതായത് ആ വെൻഡർ പറയുന്ന സൊല്യൂഷന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് അവർ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അവര് നമുക്കത് പ്രൊവൈഡ് ചെയ്യണം. ഇൻ അഡീഷൻ, അതിന് പുറമെ വെൻഡേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു പ്രൊവൈഡ് എ ഡെമോ to showcase the capabilities of that solution. Demo means demonstration. അത് മാത്രമല്ല, വെൻഡേഴ്സ് അവരുടെ കേപ്പബിലിറ്റീസ് നമ്മുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യാൻ, നമ്മുടെ മുന്നിൽ തുറന്ന് കാട്ടാനായിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ അതിന് പുറമെ വെൻഡേഴ്സിലൂടെ നമ്മൾ ആവശ്യപ്പെടും. നമുക്കൊരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ സംസാരത്തിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെ? പക്ഷെ പ്രവൃത്തിയിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതില്ല. അതുകൊണ്ട് അതിൽ കൂടെ നമുക്ക് ഉറപ്പ് വരുത്തണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ സൊല്യൂഷനെ പറ്റിയിട്ട്, അവരുടെ ആ ഒരു കേപ്പബിലിറ്റീസ് ഒന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ കൂടെ നമ്മൾ അവരോട് പ്രൊവൈഡ് ചെയ്യുക ആവശ്യപ്പെടും, അല്ലെ? നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ കുറെ കൂടെ നമുക്ക് എന്ത് കിട്ടും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ?
ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ടീച്ചിങ്ങിന്റെ ജോലിക്ക് പോകുന്ന സമയത്ത് കാര്യം നമ്മൾ ബി.എഡ് കോഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിന് പുറമെ എന്ത് ചെയ്യും, ഒരു ഡെമോ ക്ലാസ്സും കൂടി എടുത്ത് കാണിക്കാൻ പറയും. ഒരു ടോപ്പിക് തരും നമുക്ക്, എന്നിട്ട് നമ്മളോട് ഡെമോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയും. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേ? നമ്മുടെ കേപ്പബിലിറ്റി അറിയാനാണ്. എല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് റെക്കോർഡിംഗിലെ എല്ലാം ഉണ്ടാകണം. പക്ഷെ നമുക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഡെമോവും കൂടെ നമ്മളോട് ആവശ്യപ്പെടും. ഒരു ടോപ്പിക് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നിട്ട് അപ്പൊ തന്നെ അവര് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. കുറച്ച് ടൈം തന്നിട്ട് ഉടനടി പ്രസന്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു വെണ്ടറിന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മളോട് അവരോട് സംസാരിക്കും. അതിന് പുറമെ അവരുടെ കേപ്പബിലിറ്റീസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഡെമോ കൂടെ നമ്മൾ അവരുടെ അടുത്ത് ആവശ്യപ്പെടും. ഇത് രണ്ടും കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഐഡിയ കിട്ടിയില്ലേ, ഏത് വെണ്ടറിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോഴോ ഇവര് പറയുന്നു ഡെമോസ് ആർ എ വാല്യുബിൾ വേ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആൻഡ് ആൾസോ ഇവാലുവേറ്റ് ഇൻടാൻജിബിൾ ആസ്പെക്ട്സ് ഓഫ് എ വെണ്ടർ. കണ്ടോ, ഈ ഡെമോ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാര്യം നമുക്ക് ആ ഒരു വെണ്ടറിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാനും ഒരു വെണ്ടറിനെ നമുക്ക് ഇൻടാൻജിബിൾ, ദാറ്റ് മീൻസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മൾ പറയില്ല, അവരുടെ ഉള്ളിലുള്ള എല്ലാ ഒരു കഴിവുകള് കേപ്പബിലിറ്റീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെണ്ടറിന്റെ എല്ലാ കപ്പാസിറ്റികളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും, ഡെമോയിലൂടെ നമുക്ക് സാധിക്കും. It is critical to check the vendor's references as a part of an evaluation process. Practically, site visits are also strongly recommended. അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ വെണ്ടറിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് അവരുടെ സൈറ്റുകൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതാണ് സൈറ്റ് വിസിറ്റ്സ് ആർ ആൾസോ സ്ട്രോങ്ലി റെക്കമെൻഡ്. ആ വെണ്ടറിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രീവിയസ് പെർഫോമൻസ് റെക്കോർഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ആ ഒരു വെണ്ടറിന്റെ പ്രീവിയസ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ സൈറ്റുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ആ സൈറ്റുകൾ ഒന്ന് പോയി സെർച്ച് ചെയ്യാം. വെണ്ടേഴ്സിലേക്ക് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതിലൂടെ അതും അവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ഇത് 7 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, കഴിഞ്ഞില്ല, 5 സ്റ്റെപ്പ് വരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. 6ാമത്തെ സ്റ്റെപ്പ് എളുപ്പമാണ്, കാര്യം കംപ്ലീറ്റ് വെണ്ടർ സെലക്ഷൻ കംപ്ലീറ്റ് ആവും, വെണ്ടറിനെ കിട്ടും നമുക്ക്. അത് കഴിഞ്ഞാൽ അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക കേട്ടോ. അതോടുകൂടി വെണ്ടർ സെലക്ഷൻ പ്രോസസ് അവിടെ അവസാനിക്കും. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് 4ാമത്തെ കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ് അല്ലെ. കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ് എന്ന് പറയുമ്പോൾ ആ ബ്രീഫിംഗ്സിന്റെ അവിടെ നിങ്ങൾ എഴുതി വെച്ചോളൂ, മീറ്റിംഗ്സ് എഴുതി വെച്ചോളൂ. മീറ്റിംഗ് കേട്ടോ, അതായത് നമ്മൾ വെണ്ടറിനെ നേരിട്ട് പോയി മീറ്റ് ചെയ്യാണ്, അവരുമായിട്ട് നേരിട്ട് പോയി നമ്മൾ മീറ്റ് ചെയ്യാണ്. അതാണ് 4ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയൂ, നമ്മൾ അതിന്റെ മുമ്പത്തെ സ്റ്റെപ്പില് നമ്മൾ വെണ്ടേഴ്സിന് ഒരു സ്കോർ കൊടുത്തിട്ടുണ്ട്, ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്കോറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വെണ്ടേഴ്സിനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ആ വെണ്ടേഴ്സിനെ പോയി നമ്മൾ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്നു, നമ്മുടെ റിക്വയർമെന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. അങ്ങനെ നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയിൽ എത്തുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം, ക്ലിയർ ആയി മാം. ഓക്കെ, താങ്ക് യു മാം. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലല്ലോ? വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു. താങ്ക് യു മാം.